ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നത് പറിക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുപഴുങ്ങനെയുള്ള കുരുമുളകായിട്ടുണ്ട്. പിന്നെ നിലത്ത് വീഴുന്നതൊക്കെ ഞാനങ്ങനെ ഉണങ്ങി വീഴുന്നതൊക്കെ ഞാൻ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരാശാനുണ്ട്, അയാൾക്ക് കൈയെത്തുന്ന ദൂരത്തുള്ളതൊക്കെ അയാൾ പറിച്ച് അതിൻ്റെ കുരുമുളക് മണിയെല്ലാം ഇങ്ങനെ പറിച്ച് കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പഴുത്തതെല്ലാം ഞാനങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം നീറുമുണ്ട്. ഈ നീറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ നീറിനെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. എത്ര പോക്കിയാലും പിന്നെ വരിക. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം നമ്മൾ വീണ് കിട്ടുന്നതൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് വേർതിരിച്ച് വെച്ചിട്ട് ഉണക്കി എടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മഴ ഉണ്ടായിരുന്നു, അപ്പോഴൊക്കെ കുറേയൊക്കെ വീണ് പോയി. അങ്ങനെയൊക്കെ ആയി പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെ പോവും. അതുകൊണ്ട് വേഗം പറിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പറിക്കുകയാണ്. കുറച്ചൊക്കെ നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ. എല്ലാം പഴുത്ത് എല്ലാം പറിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കൈയെത്തുന്ന ദൂരത്ത് ഉള്ളതൊക്കെ ഒന്ന് പറിക്കുകയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഷോപ്പിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇതിൻ്റെ മേലേക്ക് ഞാൻ മെനക്കെടാൻ പോയിട്ടില്ല. ഇതിൻ്റെ മേലേക്കൊക്കെ കരിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എത്താത്തതുകൊണ്ട് ഞാനത് അവിടെയൊക്കെ ഇട്ടേച്ചു. അത് കോണി വേണം നമുക്ക് കയറി പറിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയെത്തും ദൂരത്തുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം പഴുത്തതും ഏകദേശം പറിക്കാനായതൊക്കെ ഞാനിങ്ങ് പറിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കവുങ്ങിൻ്റെ മേലെയാണ്, ഇത് കവുങ്ങിൻ്റെ മേലെയാണ് കേട്ടോ ഈ കുരുമുളക് വള്ളി ഉള്ളത്. കവുങ്ങിൻ്റെ മേലെ, അതുപോലെ തന്നെ തെങ്ങിൻ്റെ മേലെ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കുരുമുളക് വള്ളി പടർത്തിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കാലം കുറേ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വള്ളിയൊക്കെ അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഈ വള്ളി കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഇന്ന് കിട്ടിയ സമയത്ത് അത് പറിച്ചേച്ചതാണ്. കാരണം മേലേക്കൊക്കെ അത്യാവശ്യം നല്ലോണം പഴുപഴുങ്ങനെ നിൽക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ കോണി ഇല്ലാണ്ട് പറിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അടയ്ക്ക ഞാൻ ഇതുപോലെ പെറുക്കി വെക്കും. ഉണക്കിയിട്ട് കുറേ ആയതിനു ശേഷമാണ് കേട്ടോ അതൊക്കെ നമ്മൾ പൊളിച്ച് കൊടുക്കുക. അടയ്ക്കയും കുരുമുളകൊന്നും പിന്നെ നമുക്ക് ഇത് കൊടുക്കാൻ മാത്രം ഇല്ല, അതിന് മാത്രമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ ഇളയച്ചനാണ് അതൊക്കെ പറിക്കുക. ഇളയച്ചന് കഴിഞ്ഞ ദിവസമൊക്കെ കുറേ പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അമ്മമ്മ ഇങ്ങനെ ഉണക്കും. അതൊക്കെ നല്ലതായിട്ട് തിരി മാറ്റി ഒക്കെ നന്നായിട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കുറച്ചൊരു മലയോര മേഖലയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കുരുമുളക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, മെതിച്ച് എടുക്കുന്നതൊക്കെ ഓർക്കും. അപ്പോൾ ഇത് നമ്മൾ കോഴിക്കാട്ടം ഉണക്കാൻ വേണ്ടി ഇട്ടതാണേ. അപ്പോൾ ഇതിങ്ങനെ ഉണക്കാനിട്ട് കുറച്ചൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നതൊന്നും വാരി വെക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോഴേക്ക് കഴിഞ്ഞ ദിവസം ഒരു മഴ കിട്ടി. അങ്ങനെ എല്ലാം കൂടെ നനവ് കയറി. ഇനിയിപ്പോൾ വീണ്ടും അത് ഉണങ്ങി കിട്ടണം. അപ്പോൾ അത് ചകിരിച്ചോറൊക്കെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇതായി നിൽക്കുന്നത്. ഇതിനി ഇളക്കി കൊടുത്താൽ നന്നായിട്ടങ്ങ് ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോഴികളെ കാര്യങ്ങളിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് കൂടെ, ഈ കോഴികൾ നമ്മൾ ഈ കൂട്ടിൽ എത്ര കോഴികൾ കൊള്ളുന്നു. ഇത് 30 കോഴികൾ കൊള്ളുന്ന ഒരു കൂടാണ്. അത്യാവശ്യം വലിയ കൂടാണ്. ഒരു കള്ളിയിൽ മാത്രമായിട്ട് 5 കോഴീനെ നമുക്കിടാം. അതുപോലെ 6 കള്ളിയാണുള്ളത്. ഈ 6 കള്ളികളിലും കൂടിയാണ് ഞാൻ പറഞ്ഞത് 30 കോഴികൾ കൊള്ളുന്നത്. അപ്പോൾ ഈ 5 കോഴികൾ ഈ ഒരു കള്ളിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കാര്യമായിട്ട് വേണ്ടത് ചൂടാണ്. ആ ചൂട് വേണ്ടതുകൊണ്ട് ഇവരെ എങ്ങനെ തിക്കിയിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 5 കോഴികൾക്ക് സുഖമായിട്ട് ഈ ഒരു കള്ളിയിൽ നല്ലോണം നിൽക്കാം. അപ്പോൾ ഈ കൂട്ടിൽ കുറച്ച് കോഴികൾ കുറവുണ്ട്. ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ 23 കോഴികളാണ് ഈ കൂട്ടിൽ എനിക്ക് അന്ന് കിട്ടിയത്. എൻ്റെ അടുത്തുള്ള കൂട്ടിൽ 30 കോഴികൾ കൊള്ളുന്ന കൂടാണ്.
ഈ 2 കൂട്ടിലും 30 കോഴികൾ കൊള്ളുന്ന കൂടാണ് കേട്ടോ. പിന്നെ 30 കോഴികൾ പോലെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് 2-3 ചെറുപ്പത്തിൽ, അതായത് മക്കളായ സമയത്ത് അങ്ങനെയൊക്കെ ചത്തുപോയിണ്ടായിരുന്നു. പിന്നീട് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ കോഴികൾക്ക് വന്നില്ല കേട്ടോ. കാര്യം ഞാൻ അന്ന് തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് നമുക്കത്ര പരിചയമുള്ളായിരുന്നു. അതുകൊണ്ട് കുറച്ചെണ്ണം ചത്തുപോയിണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഈ കോഴികൾക്ക് ഇല്ല, നിലവിലില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തൂവൽ കൊഴിയുന്നതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തൂവൽ കൊഴിഞ്ഞാൽ ഇവർക്ക് മുട്ട ഉൽപ്പാദനം കുറയും. എൻ്റെ ഈ കോഴികൾ 1 വർഷത്തിനും മേലെയായി. എനിക്ക് ഏകദേശം തോന്നുന്നു 2 വർഷമാവാനായ കോഴികളാണിത്. ഇതിനെയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും മുട്ടയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല, മുട്ട നല്ലോണം ഇടുന്നുണ്ട്. ഇവർക്ക് ഇതിന് മുന്നേ ഒരു തൂവൽ കൊഴിയുന്ന ഒരു പ്രശ്നം വന്ന സമയത്താണ് എനിക്ക് കുറച്ചൊന്നും മുട്ടയ്ക്ക് പ്രശ്നം വന്നത്, മുട്ട ഉൽപ്പാദനം കുറഞ്ഞത്. അല്ലാതെ ഇവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് മുട്ട കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം ഇവർക്ക് ഈ തൂവൽ കൊഴിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയാണ്. കാൽസ്യം വൈറ്റമിനും കാര്യമായിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് കുറഞ്ഞു കഴിഞ്ഞാലും ഈ തൂവൽ കൊഴിയും. പിന്നെ അതല്ലാതെയും തൂവൽ കൊഴിയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇത് വേഗം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുപാട് തൂവലുകൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കാരണം ഞാൻ നോക്കിയ സമയത്ത് ഇവരെ ദേഹത്തുനിന്ന് നമ്മൾ പറിച്ചെടുക്കുന്ന മാതിരിയാണ് ഇവർക്ക് തൂവൽ കൊഴിയുക. ഒരു തുള്ളി തൂവൽ മേലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാൽസ്യം വൈറ്റമിനും എല്ലാ മരുന്നുകളും ഇവർക്ക് കറക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് മുട്ട കിട്ടുന്നുണ്ട്. ഇവരിടുന്ന മുട്ട അത്യാവശ്യം വലിയ മുട്ടയായിരിക്കും കേട്ടോ. നല്ല തോലിനൊക്കെ നല്ല കട്ടിയുള്ള മുട്ടയാണ്. തോലിന് കട്ടി കുറയുന്ന സമയമൊക്കെ ആണെങ്കിൽ അങ്ങനെ കോഴി വളർത്തുന്ന ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അത് കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിനൊക്കെ കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അവർക്ക് കറക്റ്റ് മരുന്നും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ കൂട് കുറച്ച് പഴയ കൂടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ഇളകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താ നിങ്ങൾ താഴെ കാണുന്നില്ല കോഴിമുട്ട പൊട്ടി കിടക്കുന്നത്. ഇതെല്ലാം അങ്ങനെ പോവുകയാണ്. ഈ കോഴികൾ ഇടുന്ന മുട്ട മൊത്തം ആ കമ്പീൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ താന്നു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ട താഴെ പോയിട്ട് കുറേ മുട്ട എനിക്ക് അങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. ഞാനിപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. ഇന്നും കുറേ 2-3 മുട്ട പൊട്ടി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ആ കൂടൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കൂട്ടിലും എനിക്ക് നിലവിലിപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 60 കോഴിയെ നമുക്ക് കാര്യമായിട്ട് ഈ കൂട്ടിലിട്ട് വളർത്താം. ഇപ്പോൾ എനിക്ക് ഒരു 52 കോഴികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഒരു കള്ളിയിൽ ഞാനിപ്പോൾ നാടൻ കോഴീനെ ഇട്ടിട്ടുണ്ട്. വേറെ നമുക്ക് നാടൻ കോഴികളുണ്ട്. നാടൻ കോഴിയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ അട വെക്കുന്ന പരിപാടി കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സ്ഥലത്തിൻ്റെ സൗകര്യക്കുറവ് കൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെയാണ് വിരിയിക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുറ്റത്താണ് കൂട് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു താഴേക്കായിട്ട് ഒരു ചെറിയൊരു ഒരു ഏരിയ ഉണ്ട്. അവിടേക്കായിട്ട് കൂടൊക്കെ മാറ്റാനുണ്ട്. കുറച്ച് പണി കൂടുതലുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് കെട്ടിപ്പൊന്തിച്ച് ഒക്കെ സെറ്റാക്കി കൊണ്ടുവന്നാലേ എനിക്ക് നമ്മൾ വിചാരിച്ച രീതിയിലൊന്ന് വൃത്തിക്കും മെനയ്ക്കും നമുക്ക് ഈ കോഴികളെയൊക്കെ ഒന്ന് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മൾ കെട്ടിയുണ്ടാക്കിയിട്ട് എനിക്ക് ശരിയാകുന്നില്ല. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പച്ച നെറ്റ് വെറുതെ വലിച്ച് കെട്ടി പിന്നെ ഉള്ളിൽ കൂടെയൊക്കെ വേറെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തൊക്കെ നോക്കി. പക്ഷേ അതൊന്നും നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സിമൻറ്റ് കട്ടയൊക്കെ വാങ്ങി വെച്ചിട്ട് ചുറ്റുപാടൊക്കെ കുറച്ചൊന്ന് പൊന്തിച്ച് കെട്ടിയിട്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ നെറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കോഴികളെ അതിൽ വളർത്താൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കണം.